മുട്ടം മുതൽ ഇടപ്പള്ളി വരെ 6 കിലോമീറ്റർ ദൂരത്താണ് രണ്ടാം ഘട്ടത്തിൽ മെട്രോ ഓടിയെത്തിയത്. രാവിലെ 9:30 പരീക്ഷണോട്ടം ആരംഭിച്ചത്. നിറയെ യാത്രക്കാരുമായിരുന്നു പരീക്ഷണോട്ടം. മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗമായിരുന്നു ആദ്യ പരീക്ഷണോട്ടത്തിനുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഓട്ടത്തിൽ ഇത് 20 കിലോമീറ്ററായും പിന്നീട് 30 കിലോമീറ്ററായും മെട്രോയുടെ വേഗം വർദ്ധിപ്പിച്ചു. ഫെബ്രുവരി 27 നടത്തിയ ആദ്യ പരീക്ഷണോട്ടത്തിൽ റോഡിന് മുകളിലൂടെയുള്ള ട്രാക്കിലൂടെ മുട്ടം മുതൽ കളമശ്ശേരി സ്റ്റേഷൻ വരെ 3.3 കിലോമീറ്റർ ദൂരമാണ് മെട്രോ ഓടിയത്. അന്ന് വേഗം മണിക്കൂറിൽ 5 മുതൽ 8 കിലോമീറ്റർ വരെയായിരുന്നു. ആദ്യ ഓട്ടത്തിൽ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ ചില തകരാറുകൾ മെട്രോ അഭിമുഖീകരിച്ചിരുന്നു. ഈ തകരാറുകൾ പൂർണ്ണമായി പരിഹരിച്ചതിനു ശേഷമായിരുന്നു രണ്ടാം ഘട്ട പരീക്ഷണോട്ടം ഇന്ന് നടന്നത്. മെയ് മാസത്തോടെ മൂന്നാം ഘട്ട പരീക്ഷണോട്ടം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് DMRC. ജൂലൈ മാസത്തോടെ മഹാരാജാസ് കോളേജ് വരെ പരീക്ഷണോട്ടവും അതിനുശേഷം യാത്രക്കാർക്കായി നവംബർ 1 കൊച്ചി മെട്രോ തുറന്നു കൊടുക്കുവാനുമാണ് DMRCയും KMRLും ലക്ഷ്യം വെക്കുന്നത്. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പരീക്ഷണോട്ടവും വിജയത്തിലേക്ക്. നിറയെ യാത്രക്കാരുമായാണ് കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിൽ സർവീസ് നടത്തിയത്. ഇനി കാത്തിരിപ്പാണ് ഈ വർഷം നവംബറിൽ തന്നെ കൊച്ചി മെട്രോ നിറയെ യാത്രക്കാരുമായി മഹാരാജാസ് കോളേജിലേക്ക് സർവീസ് നടത്തുന്നത് നോക്കി. ക്യാമറാമാൻ പ്രദീപ് കുമ്പിടിക്കൊപ്പം അനിൽ ജോർജ്, റിപ്പോർട്ടർ.